ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയുടെ വേളയ്ക്കായി നമ്മുടെ ദൈവത്തെ നമുക്ക് നന്ദിയോടെ മഹത്വപ്പെടുത്താം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട പുതിയൊരു ദിനം ദൈവം നമുക്ക് ദാനമായി തരികയും ഈ വേളയിൽ നമ്മെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായി ദൈവം തന്നെ നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുന്ന കർത്താവിൻ്റെ മഹാദയയെ ഓർത്ത് നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനിലാണല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത് എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത്. കാരണം കർത്താവിൻ്റെ വരവിൻ്റെ നാളോളം നമ്മെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപം കഴുകി ശുദ്ധീകരിക്കപ്പെടുന്നു. രക്ഷിക്കപ്പെടുന്ന ആ നിമിഷം അതുവരെയും ജീവിതത്തിൽ ചെയ്ത സകല പാപങ്ങളും നമ്മിൽ നിന്ന് മായ്ച്ചു കളയപ്പെടുന്നു. നാം കഴുകി ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടുന്നു. എന്നാൽ അതുമുതൽ പാപം ചെയ്യാതിരിക്കുവാൻ, കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ, നാം വിശുദ്ധിയിലായിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം നിറയ്ക്കപ്പെടുന്നു, മുദ്രയിടപ്പെടുന്നു. കർത്താവിൻ്റെ വരവിനായി, ആ വരവിൽ നാം എടുത്തുകൊള്ളപ്പെടേണ്ടതിനായി, ആ ദിനം വരെയും നാം വിശുദ്ധിയോടെ ആയിരിക്കേണ്ടതിനായി, നമ്മിൽ പാപമോ തെറ്റുകളോ കുറ്റങ്ങളോ ഇല്ലാതിരിക്കേണ്ടതിനായി, നാം വിശുദ്ധിയിൽ ജീവിക്കേണ്ടതിനായി ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കുന്നു കർത്താവ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കപ്പെട്ട് കഴിഞ്ഞാലോ നമ്മിലെ കുറ്റങ്ങളും കുറവുകളും നമ്മിൽ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആകയാലാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് വച്ചാൽ തെറ്റുകളും കുറ്റങ്ങളും പാപവും ചെയ്യുവാൻ പാടുള്ളതല്ല. നിങ്ങൾ കർത്താവിൻ്റെ വരവിങ്കൽ എടുത്തുകൊള്ളപ്പെടേണ്ടവരാണ് എന്ന്. ഇന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് അറിഞ്ഞ നാം കർത്താവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടേണ്ടവരാണല്ലോ. അല്ല, അതിനു മുമ്പ് ദൈവം നമ്മെ വിളിക്കുന്നു എങ്കിലും നമ്മുടെ അന്ത്യശ്വാസം വരെ നാം വിശുദ്ധിയിൽ ജീവിക്കേണ്ടതിനായി നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് തൻ്റെ ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ടവനായ നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് ജീവനോടെ മഹത്വപ്പെടുത്താം. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു പിതാവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു പിതാവേ. ഗ്ലോറി ടു മാസ്റ്റർ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു മാസ്റ്റർ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord, glory to God, praise the Lord, glory to God, praise the Lord, glory to Master, hallelujah, 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 glory, 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 glory to Master, hallelujah. നന്ദിയോട് ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു പിതാവേ. നന്ദിയോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. Glory to God, glory to God, glory to God, glory to Jesus Christ, hallelujah. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം,
സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. പിതാവേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ മുട്ടുകളെ മടക്കുന്ന ഈ വേളയിൽ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന സകല നന്മകൾക്കായി നന്ദിയോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു പിതാവേ. നന്ദിയോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു പിതാവേ. അവിടുത്തെ സന്നിധിയിൽ മുട്ടുകളെ മടക്കിയിരിക്കുന്ന ഈ വേളയിൽ സ്വർഗം തുറന്ന് ദൈവശക്തി വ്യാപരിക്കുമാറാകണമേ. ഉയരത്തിലെ ശക്തി ഒരിക്കൽ കൂടെ പ്രവർത്തിക്കുമാറാകണമേ. ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുമാറാകണമേ. കർത്താവിൻ്റെ കൃപ ഒരിക്കൽ കൂടെ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ ദൈവകൃപ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. மகிமையின் மேகமாக இறங்கி வந்தீரே, ஆசரிப்பு கூடாரத்தில் இறங்கி வந்தீரே. மகிமையின் மேகமாக இறங்கி வந்தீரே, ஆசரிப்பு கூடாரத்தில் இறங்கி வந்தீரே. வறுமையா நல்லவரே, துணையாளரே, எங்கள் ஆறுதலே. வறுமையா நல்லவரே, துணையாளரே, எங்கள் ஆறுதலே. மகிமையின் மேகமாக இறங்கி வந்தீரே, ஆசரிப்பு கூடாரத்தில் இறங்கி வந்தீரே. மகிமையின் மேகமாக இறங்கி வந்தீரே, ஆசரிப்பு கூடாரத்தில் இறங்கி வந்தீரே. மகாபரிசுத்த ஸ்தலத்தினில் கேருபீன்கள் மத்தியில் கிருபாசன மீதினில் இறங்கி வந்தீரே. மகாபரிசுத்த ஸ்தலத்தினில் கேருபீன்கள் மத்தியில் கிருபாசன மீதினில் இறங்கி வந்தீரே. வறுமையா நல்லவரே, துணையாளரே, எங்கள் ஆறுதலே. வறுமையா நல்லவரே, துணையாளரே, எங்கள் ஆறுதலே. மகிமையின் மேகமாக இறங்கி வந்தீரே, ஆசரிப்பு கூடாரத்தில் இறங்கி வந்தீரே. மகிமையின் மேகமாக இறங்கி வந்தீரே, ஆசரிப்பு கூடாரத்தில் இறங்கி வந்தீரே. முச்செடியின் மத்தியில் சீனாய் மலை உச்சியில் கண்மலையின் வெடிப்பினில் இறங்கி வந்தீரே. முச்செடியின் மத்தியில் சீனாய் மலை உச்சியில் கண்மலையின் வெடிப்பினில் இறங்கி வந்தீரே. வறுமையா நல்லவரே, துணையாளரே, எங்கள் ஆறுதலே. வறுமையா நல்லவரே, துணையாளரே, எங்கள் ஆறுதலே. மகிமையின் மேகமாக இறங்கி வந்தீரே, ஆசரிப்பு கூடாரத்தில் இறங்கி வந்தீரே. மகிமையின் மேகமாக இறங்கி வந்தீரே, ஆசரிப்பு கூடாரத்தில் இறங்கி வந்தீரே. சீடர்களின் மத்தியில் மேல் வீட்டு அறையினில் பெந்தெகோஸ்தே
சீடர்களின் மத்தியில் மேல் வீட்டு அறையினில் பெந்தெகோஸ்தே நாளினில் இறங்கி வந்தீரே. வரும் ஐயா நல்லவரே, துணையாளரே, எங்கள் ஆறுதலே. வரும் ஐயா நல்லவரே, துணையாளரே, எங்கள் ஆறுதலே. மகிமையின் மேகமாக இறங்கி வந்தீரே, ஆசரிப்பு கூடாரத்தில் இறங்கி வந்தீரே. மகிமையின் மேகமாக இறங்கி வந்தீரே, ஆசரிப்பு கூடாரத்தில் இறங்கி வந்தீரே. Glory to Master, hallelujah. Praise the Lord, 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 hallelujah. Glory to God, glory to Master, hallelujah. നന്ദിയോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. Glory to Jesus Christ, hallelujah, hallelujah, hallelujah. Glory to God, glory to Master, hallelujah. Praise the Lord, glory to God, praise the Lord, glory to God, hallelujah, 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 hallelujah. Glory to God, glory to Master, hallelujah, 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 hallelujah. നന്ദിയോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു പിതാവേ. Praise the Lord, hallelujah, hallelujah. Glory, glory, glory to Master, hallelujah. Glory to Jesus Christ. നന്ദിയോട് ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു പിതാവേ. Glory to God, glory to God, glory to Master, hallelujah. കർത്താവേ സ്തോത്രം പിതാവേ, നന്ദിയോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. Glory to Master, glory to God, hallelujah, hallelujah. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. ഈ പാർതലത്തിൻ സൃഷ്ടികർത്താനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർതലത്തിൻ സൃഷ്ടികർത്താനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർതലത്തിൻ സൃഷ്ടികർത്താനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർതലത്തിൻ സൃഷ്ടികർത്താനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ച് തന്റെ മാറോടണച്ചിടുമേ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ച് തന്റെ മാറോടണച്ചിടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർതലത്തിൻ സൃഷ്ടികർത്താനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർതലത്തിൻ സൃഷ്ടികർത്താനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ.
മുറ്റും കഴുകിയിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമീ മികവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമാ. വീണ്ടും വന്നിടുമീ മികവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമാ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർതലത്തിൻ സൃഷ്ടികർത്താനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർതലത്തിൻ സൃഷ്ടികർത്താനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. കണ്കൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥ നിന്നുടെ വരവിനായി. കണ്കൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥ നിന്നുടെ വരവിനായി. പാരു കഷ്ടതകൾ ഏറും ദിനം തോറുമേ കാന്തവേഗം നീ വന്നിടണേ. പാരു കഷ്ടതകൾ ഏറും ദിനം തോറുമേ കാന്തവേഗം നീ വന്നിടണേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർതലത്തിൻ സൃഷ്ടികർത്താനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർതലത്തിൽ Glory to Master, hallelujah, hallelujah, hallelujah. Praise the Lord, glory to God, praise the Lord, glory to Master, hallelujah, 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 hallelujah. Glory to God, hallelujah. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പിതാവേ, അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങൾ നന്ദിയോട് ഞങ്ങളുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത് അവിടുത്തെ ആത്മാവിനാൽ മുദ്രയിട്ട കൃപയ്ക്കായി നന്ദിയോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വീണ്ടെടുപ്പിൻ നാളിലേക്കായി മുദ്രയിട്ട് സൂക്ഷിക്കുന്ന കർത്താവിന്റെ കൃപയ്ക്കായി നന്ദിയോട് ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. പിതാവേ, അവിടുത്തെ നാൾ വരെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയതിന് നന്ദിയോട് ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുദ്രയിട്ട് സൂക്ഷിക്കുന്നതിനായി നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ അന്ത്യശ്വാസം വരെ ഞങ്ങളെ സംരക്ഷിക്കുന്ന പിതാവായിരിക്കയാൽ നന്ദിയോട് ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. നന്ദിയോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. പിതാവേ, നന്ദിയോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു. ഞങ്ങളേവരെയും താഴ്ച അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങളുടെ ദൈവത്തിന് മാത്രം അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. Praise the Lord. Hallelujah. സങ്കീർത്തനം 127 അതിൻ്റെ 1-ാമത്തെ വാക്യം. സങ്കീർത്തനം 127 1-ാമത്തെ വാക്യം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാർ വൃഥാ അധ്വാനിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാർ വൃഥാ അധ്വാനിക്കുന്നു. കർത്താവ് വീട് പണിയണം, ഇല്ലെങ്കിൽ പണിക്കാർ അധ്വാനിക്കുന്നത് വൃഥാവായി പോകും. ഒരു വീട് ഒരു കുടുംബത്തിന് നിർമ്മിക്കേണ്ടത് കർത്താവാണ്. കർത്താവ് നിൻ്റെ വീട് പണിയണം. അതിന് നീ കർത്താവിനെ അനുവദിക്കണം. അപ്പോൾ നിൻ്റെ വീട് അത് നിർമ്മിച്ച്
ആ വീട്ടിൽ നീ കയറി താമസിക്കും. നീ കയറി താമസിക്കുന്ന നിൻ്റെ വീട് കർത്താവിനാൽ നിർമ്മിക്കപ്പെട്ടതായി കാണപ്പെടണം. കർത്താവ് ആ വീട് നിർമ്മിക്കണം. കർത്താവ് ആ വീട് നിർമ്മിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് സിമൻറ്റും കല്ലും കൊണ്ടുവന്ന് വീട് കെട്ടിത്തരുമെന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. വീട് നിർമ്മിക്കുവാൻ നീ ആഗ്രഹിക്കുമ്പോൾ ആലോചന നിൻ്റെ കർത്താവിനോട് ചോദിക്കണം, നിൻ്റെ യേശുവിനോട് ചോദിക്കണം. യേശു കർത്താവിനോട് ആലോചിക്കണം, ഇത്തരത്തിലൊരു വീട് ഞാൻ നിർമ്മിക്കുകയാണ്. ആ വീട് എൻ്റെ കർത്താവ് പൂർത്തിയാക്കി തരണം. എന്നാൽ പലരും കർത്താവിനോട് ആലോചന കേൾക്കാറില്ല. കർത്താവിനോട് ആ വീട് ഭംഗിയായി നിർമ്മിച്ചു നൽകണമെന്ന് ആവശ്യപ്പെടാറുമില്ല. കാരണം ഇവൻ്റെ കയ്യിൽ പണമുണ്ട്. ഇവൻ്റെ കയ്യിൽ പണമുള്ളത് കൊണ്ട് ഇവൻ ആലോചിക്കുന്നു, എടാ നമ്മുടെ കയ്യിൽ പണമുണ്ട്, ഇഷ്ടത്തിന് നമുക്കിഷ്ടപ്പെട്ട മേസ്തിരിമാരെയൊക്കെ കൊണ്ടുവന്ന് നമ്മളെ പ്ലാൻ എന്താണോ ആ പ്ലാൻ അനുസരിച്ച് ഈ വീട് കെട്ടണം. നമ്മളൊരു ഡേറ്റ് നിശ്ചയിച്ച് വീട്ടിൽ കയറണം. 10 പേരെ വിളിക്കണം. അവർക്ക് 10 തരത്തിലുള്ള ശാപ്പാടുകൾ ഇടണം. വലിയവനായി ഇടവകയിൽ കാണപ്പെടണം. ഇന്നവൻ്റെ വീട് പാലുകാച്ചാണ് എന്ന് 10 പേര് പറയത്തക്ക രീതിയിൽ ആയിരിക്കണം. ഇവിടെ കർത്താവിന് എന്ത് ജോലി? എടാ കർത്താവിന് ഇവിടെ എന്ത് ജോലി? നമ്മുടെ പണത്തിൽ നമ്മൾ നിർമ്മിക്കുന്ന വീടല്ലയോ. ഇവിടെ യേശുവിനെന്ത് കാര്യം എന്നുള്ള ചിന്തയിലാണ് ഇന്ന് 199 പേരും കാണപ്പെടുന്നത്. അതേസമയം പണമില്ല എങ്കിൽ ആലോചന കേൾക്കാൻ വരുന്നവന്മാരുണ്ട്. ഈ വീട് നിർമ്മിക്കണം, ഈ വീട് പൂർത്തിയാക്കണം, യേശുവേ ഇതിനുള്ള പണം തരണം, കടമായി എനിക്ക് ഞാൻ ചോദിക്കുന്നവരൊക്കെ എനിക്ക് കടമായി പൈസ തരണം, ഞാൻ ഈ വീട് നിർമ്മിക്കണം എന്ന് പണമില്ലാത്തവൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. നിൻ്റെ കയ്യിൽ പണം ഇരുന്നാലും നിൻ്റെ കയ്യിൽ പണമില്ലാതിരുന്നാലും നീ നിൻ്റെ ഗൃഹം നിർമ്മിക്കുവാൻ നീ യേശുവിനെ ഭരമേൽപ്പിക്കണം. യേശു കർത്താവായിരിക്കണം നിൻ്റെ വീട്ടിലെ നായകൻ. നീ വീട് കെട്ടി എന്ന് പറഞ്ഞും കൊണ്ട് വീട് നിർമ്മിച്ച നീ നായകനല്ല. നിൻ്റെ വീടിൻ്റെ നായകനായി യേശു വരണം. നീ നിൻ്റെ കുടുംബത്തിൻ്റെ നായകനാണ്. നിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും നിൻ്റെ കുടുംബത്തിൻ്റെയും നായകൻ മാത്രമാണ് നീ. അല്ലാതെ നമുക്കൊരു നായകനുള്ളത് യേശു ക്രിസ്തുവാണ്. പല സ്ഥലങ്ങളിലും ബോർഡ് വച്ചിട്ടുണ്ട്, പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ധാരാളം വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ദൂരസ്ഥലങ്ങളിലൊക്കെയും കന്യാകുമാരി ജില്ലയിലും ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വീടിൻ്റെ നായകൻ കർത്താവായ യേശുവാകുന്നു എന്ന് എഴുതി വച്ചിരിക്കും ഒരു ബോർഡ്. വീട്ടിൽ കയറുമ്പോൾ ആ വാതിലിൻ്റെ മുകളിൽ എഴുതി വച്ചിരിക്കും, ഈ വീടിൻ്റെ നായകൻ യേശു ക്രിസ്തുവാണ്. ഈ വീടിനെ ഭരിക്കുന്നത് യേശുവാണ്. ഈ വീടിനെ നടത്തുന്നത് യേശുവാണ്. ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും കുടുംബത്തെയും ഒക്കെ നടത്തുന്നവൻ യേശുവാണ്. യേശുവിനെ ഭരമേൽപ്പിക്കണം. വീട് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താണ്? നിൻ്റെ വീടിനെ യേശു നടത്തണം. നീ
അപ്പനും അമ്മയും, നിനക്ക് മക്കളുണ്ട്. അപ്പനും അമ്മയും മക്കളും അടങ്ങുന്നതാണ് ഒരു കുടുംബം. അല്ലാത്തവർ കുടുംബമല്ല. അമ്മാവനും അമ്മാവിയും മറ്റുള്ള ബന്ധുക്കളും സ്വന്തക്കാരും കുടുംബമല്ല. അവരൊക്കെ ആരാണ്? നമ്മുടെ ബന്ധുക്കൾ. നീ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള ബോധ്യം ആദ്യം നിനക്കുണ്ടാകണം. നീ ദൈവം സ്നേഹിക്കുന്ന ഒരു മകളാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടാകണം. ദൈവത്തിൻ്റെ മക്കളായി തന്നെ പ്രവർത്തിക്കുകയും വേണം. ദൈവത്തിൻ്റെ മക്കളായി തന്നെ ജീവിക്കുകയും വേണം. എങ്കിൽ നിൻ്റെ ജീവിതം സൗഭാഗ്യ ജീവിതം. ക്രിസ്തീയ ജീവിതത്തെപ്പറ്റി പറയുമ്പോൾ ക്രിസ്തീയ ജീവിതം ഒരു സൗഭാഗ്യ ജീവിതമാണെന്ന് പറയും. ക്രിസ്തീയ ജീവിതത്തെ പോലൊരു സൗഭാഗ്യമായൊരു ജീവിതം വേറെ ഇല്ല. അത്രയ്ക്കും ഭാഗ്യം നിറഞ്ഞ ഒരു ജീവിതമാണ് ക്രിസ്ത്യാനികളുടെ ജീവിതം. ക്രിസ്ത്യാനി എന്ന് കേൾക്കുമ്പം നിനക്ക് ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാകണം. ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞാൻ ക്രിസ്ത്യാനിയായി ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ യേശു എനിക്ക് രക്ഷകനായി വന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. എൻ്റെ യേശുവിൻ്റെ മകനായി മകളായി ഞാൻ ജീവിക്കുമ്പോൾ ആ യേശു എന്നെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയും എനിക്കായി സ്വർഗത്തിൽ ഒരുക്കപ്പെട്ട ഭവനത്തിൽ എന്നെ താമസിപ്പിക്കുകയും ചെയ്യുന്ന നല്ലവനായ ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു, എന്നെ ക്രിസ്ത്യാനിയായി ജനിപ്പിച്ചതിന്. എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ ചിന്ത നിനക്കുണ്ടായിട്ടുണ്ടോ? ഞാൻ ക്രിസ്ത്യാനിയായി ജനിച്ചത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് എന്നുള്ള ചിന്ത നിന്നെ അറിയാതെ എപ്പോഴെങ്കിലും നിനക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. കാരണം നിൻ്റെ ആലോചനകൾ, നിൻ്റെതായ പ്രശ്നങ്ങൾ അത് വേറെയാണ്. നിൻ്റെ കാര്യം നടക്കണം. നീ എന്ത് വിചാരിക്കുന്നോ അത് നടക്കണം. പണമാണോ? പണം കിട്ടണം. മീനാണോ കിട്ടേണ്ടത്? അതും കിട്ടണം. വേറെ എന്തെങ്കിലും ബോട്ട് വയ്ക്കണമോ? അതും കിട്ടണം. വീട് വയ്ക്കണമോ? അതിൻ്റെ സൗകര്യങ്ങളും വേണം. കല്യാണം നടത്തണമോ? അതും മതി. ഇതിനു വേണ്ടി വരുന്നവരാണ് കൂടുതലും. പിന്നെ നീ എങ്ങനെ സ്വർഗത്ത് പോകും? എങ്ങനെ സ്വർഗത്ത് പോകും? നീ കുരിശിൻ്റെ നിഴലിൽ നീ താമസിക്കണം. കർത്താവായി യേശു കുരിശ് ചുമന്ന് നിനക്ക് വേണ്ടിയാണ്. കർത്താവായി യേശു മരിച്ചു നിനക്ക് വേണ്ടിയാണ്. ആ യേശുവിന് വലിയൊരാഗ്രഹം, നിന്നെ കൈവിടരുത്, നിന്നെ ഒരിക്കലും കൈവിടരുതെന്ന് യേശുവിനൊരു വലിയ ആഗ്രഹം. അതോടെ മാത്രമല്ല, നീ മരിച്ചതിന് ശേഷം നിന്നെ സ്വർഗത്ത് കൊണ്ട് ചേർക്കണമെന്ന് യേശു അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു. ആ യേശുവിൻ്റെ നല്ല മകനായി നല്ല മകളായി ജീവിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടും ആ യേശുവിനെ തള്ളിക്കളഞ്ഞും കൊണ്ട് സ്വന്തം കാര്യങ്ങളാണ് വലുതെന്ന് നീ നോക്കിയാൽ രക്ഷപ്പെടുകയില്ല. അതാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ സോളമൻ രാജാവ് പറയുന്നു, കർത്താവ് വീട് പണിയുന്നില്ല എങ്കിൽ പണിക്കാർ വൃഥാധ്വാനിക്കുന്നു. പണിക്കാർ വൃഥാധ്വാനിക്കുന്നു. അവൻ്റെ അധ്വാനം വെറുതെയാണ്. നീ ചെയ്യുന്ന പണിക്ക് കൂലി തരേണ്ടത് നിൻ്റെ കർത്താവാണ്, യേശുവാണ്. നീ കടലിൽ പണിയെടുക്കുന്നു, നിനക്ക് മീൻ കിട്ടുന്നു. നീ ഓർക്കണം, ഇതെൻ്റെ സാമർഥ്യം കൊണ്ട് എനിക്ക് കിട്ടിയതാണെന്ന് നീ ഒരിക്കലും ധരിക്കരുത്. ഇതെൻ്റെ യേശു കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, എൻ്റെ യേശു കർത്താവ് എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് തരുന്ന ഭോജനമാണ് ഈ മീനുകൾ. അത് കുറച്ച് മീൻ കിട്ടിയാലും അധികം മീൻ കിട്ടിയാലും നീ അത് നന്ദിയോടുകൂടി ഓർത്ത് ആ മീൻ കിട്ടുന്ന സമയം തന്നെ ദൈവത്തിന് നന്ദി പറയണം. കർത്താവേ, ഇത്രയും മീൻ തന്നതിന് നിനക്ക് നന്ദി. ഇതിൽ നന്മ അനുഭവിക്കാത്ത ഒരൊറ്റ വ്യക്തി ഇവിടെയില്ല. കർത്താവിൻ്റെതായ നന്മകൾ അനുഭവിക്കാത്ത
ഒരാൾ പോലും ഈ കൂട്ടത്തിലില്ല. ചിലപ്പോൾ പുതിയതായി 1-2 പേര് വന്നിട്ടുണ്ടെങ്കിൽ അവർ മാത്രം കാണും. മറ്റുള്ളവരൊക്കെ കർത്താവിൻ്റെതായ കൃപയാൽ എല്ലാം സാധിച്ചു കിട്ടിയവരാണ്. പക്ഷെ ദൈവം നടത്തണം നിൻ്റെ കുടുംബത്തെ ദൈവം നടത്തണം. ബോട്ട് നിൻ്റെ യേശു നടത്തണം. നിൻ്റെ ബോട്ടിന് നീ നടത്തിയാൽ രക്ഷപ്പെടുകയില്ലടാ. നീ നടത്തിയാൽ രക്ഷപ്പെടുകയില്ല. എൻ്റെ ബോട്ടിനെ ഇതാ കർത്താവേ നിൻ്റെ അടുക്കൽ ഞാൻ ഏർപ്പിക്കുന്നു. നീ നടത്തണം. എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ കാവലിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. നീ നടത്തണം. എൻ്റെ ഗൃഹത്തെ നീ നടത്തുന്നത് പോലെ എൻ്റെ മീൻപിടി വാഹനങ്ങളെ നീ നടത്തണം. എൻ്റെ തൊഴിലിനെ നീ അനുഗ്രഹിക്കണം. ദൈവം തൊഴിലിനെ അനുഗ്രഹിക്കും. അതറിയാമോ നിനക്ക്? നീ ചെയ്യുന്ന തൊഴിൽ എന്തായാലും, നീ കടലിൽ ജോലി ചെയ്യുന്നവനായാലും നീ കരയിൽ ജോലി ചെയ്യുന്നവനായാലും നിൻ്റെ തൊഴിലിനെ ദൈവം അനുഗ്രഹിക്കണം. എങ്കിലേ അത് രക്ഷപ്പെടുകയുള്ളൂ. നീ എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്താലും ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. ചിലർക്ക് രാത്രി പകലായി ജോലി ചെയ്യും, പണം കിട്ടുമല്ലോ എന്ന്. പകൽ കിട്ടിയത് പോരാ, രാത്രിയിലും ജോലി ചെയ്താൽ കിട്ടുമല്ലോ എന്ന് കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യും. പക്ഷെ കർത്താവിൻ്റെ മക്കൾ ചെയ്യേണ്ട സമയങ്ങളിൽ ആ ജോലി ചെയ്ത് പൂർത്തിയാക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അവർക്ക് കൂടുതൽ കിട്ടും. അതാണ് ദൈവം നൽകുന്നത്. ഉറക്കത്തിലും നന്മകൾ ചെയ്യുന്നു കർത്താവ്. നീ ഉറങ്ങിക്കിടക്കുമ്പോൾ നിനക്ക് നന്മകൾ കൊണ്ട് നിന്നെ കർത്താവ് നിറയ്ക്കുന്നു. നീ കർത്താവിൻ്റെ മകനാണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കും. രാത്രി ഒരു ഓർമ്മ വരുമ്പോൾ നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. ഇല്ലെങ്കിൽ ദൈവം നിന്നെ എണീപ്പിച്ചു വിടും. ആ അനുഭവമുള്ളവരുടെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. കുറേ പേര് കാണുമായിരിക്കും. രാത്രി നിന്നെ 12, 1 മണി 2 മണിക്കൊക്കെ ചിലപ്പോൾ എണീപ്പിച്ചു വിടും പ്രാർത്ഥിക്കുന്നു. നീ ഇരുന്ന് പ്രാർത്ഥിക്കണം. അയ്യോ ഉറക്കം വരുന്നു, ഞാൻ കിടക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, നാളെ ആകട്ടെ, നാളെ ഒന്നിച്ചങ്ങ് എടുത്ത് പ്രാർത്ഥിക്കാം. നിന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവം. നീ ആ ദൈവത്തോട് സംസാരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് സംസാരിക്കുന്നതാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവേ എനിക്ക് ചോറ് തരണമേ, കിഴങ്ങ് തരണമേ, മീൻ തരണമേ, എൻ്റെ മക്കൾക്കുള്ള ആഹാരം തരണമേ, തുണി തരണമേ, പൈസ തരണമേ എന്നുള്ളതല്ല പ്രാർത്ഥന. നീ അറിയാതെ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലമായിട്ട്. അത് പ്രാർത്ഥനയല്ല, അത് പ്രാർത്ഥന അപേക്ഷയാണ്. പലവട്ടം ഞാൻ പറഞ്ഞു, ഇതാദ്യമായിട്ട് പറയുന്നതല്ല. പല ആയിരക്കണക്കിന് പ്രാവശ്യം ഞാനിത് പറഞ്ഞു തന്നതാണ്. പക്ഷെ ആർക്കെന്ത് പിടികിട്ടി? പ്രാർത്ഥന വേറെ, പ്രാർത്ഥന അപേക്ഷ വേറെ. കർത്താവ് കാക്കണം നിന്നെ. കർത്താവ് നിൻ്റെ ഗൃഹം നിർമ്മിക്കണം. കർത്താവ് നിൻ്റെ വീട് പണിയണം. എന്താണ് അർത്ഥം? നിന്നെയും നിൻ്റെ ഭാര്യയെയും നിൻ്റെ പൊന്നുമക്കളെയും ആര് നടത്തണം? യേശു നടത്തണം. യേശു നടത്തുവാൻ നിൻ്റെ മക്കളെ നീ അനുവദിക്കണം, വിട്ടുകൊടുക്കണം കർത്താവിൻ്റെ കരങ്ങളിൽ. ഇല്ല എങ്കിൽ താന്നോന്നിതരമായി അവരങ്ങ് പോകും. അവരുടെ ഭാവി നശിച്ചു പോകും. ഒരു ദിവസം മരിക്കും നിൻ്റെ മക്കൾ. അവർ നേരെ പോകും സ്വർഗത്തിൽ. അങ്ങനെയാണോ? അല്ല. അവർക്ക് സ്വർഗവും അറിയില്ല, നരകവും അറിയാത്ത ഒരു ജീവിതമാണ് ഇന്ന് നിങ്ങളിലെ മക്കൾ കഴിയുന്ന ആ കാഴ്ചപ്പാടതാണ്. നിങ്ങളിൽ പലരും രക്ഷിക്കപ്പെട്ടെങ്കിലും നിങ്ങളെ വീട്ടിലെ നിൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല, നിൻ്റെ മക്കൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒന്നും അറിയില്ല. അവരെ കൂട്ടി വരാനുള്ള ധൈര്യവും നിനക്കില്ല, ആലോചനയും നിനക്കില്ല. അവർ വരുന്നെങ്കിൽ വരട്ടില്ലെങ്കിൽ പോട്ട്, ഞാൻ വിളിക്കില്ല. ഞാൻ എന്തിനു വിളിക്കണം അവരെയൊക്കെ? അപ്പം നിൻ്റെ വിചാരം എന്താണ്? പോയി തുലയട്ടെ ഇവരത്രയും പേര് നരകത്തിലെന്നല്ലയോ? കർത്താവ് നിൻ്റെ വീട്, ഗൃഹം, നിൻ്റെ കുടുംബത്തെ നടത്തണം. കുടുംബത്തെ നടത്തണം. പലരും വീട് വയ്ക്കാറുണ്ട്.
ബാങ്കിലും മറ്റും ലോൺ എടുത്ത് വയ്ക്കാറുണ്ട്. ഒരു എസ്റ്റിമേറ്റ് ഇല്ലാതെ വയ്ക്കും. ഇവൻ്റെ കയ്യിൽ 5 ലക്ഷം ഇരിക്കും. ഇവ 50 ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റിൽ വീടെടുക്കും. അടുത്ത ബോട്ടിൽ കിട്ടും, അടുത്ത വർഷം കിട്ടും. ഈ വർഷം ബോട്ടിൽ മോശമാണ്, അടുത്ത വർഷം കിട്ടും എന്നൊക്കെ പറഞ്ഞ് സങ്കല്പിച്ചും കൊണ്ട് നീ പലരുടെ കയ്യിലും കടം മേടിച്ച് വീട് നിർമ്മിക്കും. പകുതിയിൽ കിടക്കും വീട്. ബാങ്കുകാരൻ വന്ന് നിൽക്കും. ബാങ്കുകാരൻ നിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കും, കൊടുക്കടാ പൈസ എന്ന്. ഇങ്ങനെ ധാരാളം വീടുകൾ പകുതിയിൽ കിടക്കുകയാണ്. ധാരാളം വീടുകൾ വിൽക്കാൻ കിടക്കുകയാണ്. എന്തുകൊണ്ട്? കർത്താവ് നടത്തിയില്ല അവരുടെ വീട് നിർമ്മിക്കാൻ അവർ കർത്താവിനെ ഭരമേൽപ്പിച്ചിട്ടില്ല. കുടുംബങ്ങൾ അങ്ങും ഇങ്ങും ഇല്ലാതെ അടിയും ചണ്ടയും ബഹളവും ഒക്കെ കൂടി ഒരു വീട്ടിലെ മക്കൾ പോലും ഒരു സ്വൈരതയില്ലാതെ ഇന്ന് കാണപ്പെടുന്ന കുടുംബങ്ങൾ ധാരാളമുണ്ട്. എന്തുകൊണ്ട്? ആ മക്കളെ ദൈവകരങ്ങളിൽ നീ ഏൽപ്പിച്ചില്ല. ദൈവകരങ്ങളിൽ നീ ഏൽപ്പിച്ച് അവർക്കുള്ള ഉപദേശം കൊടുത്ത് അവരെ ഇടപാടിലേക്ക് കൂട്ടി നീ വന്നില്ല. നിന്റെ തെറ്റാണ്. ദിവസം എണ്ണി എണ്ണി ചോദിച്ച കർത്താവ് നിന്നോട് കണക്ക് ചോദിക്കും. വായിക്ക് സങ്കീർത്തനം 1 വായിക്ക്. കർത്താവ് വീട് പണിയുന്നില്ല എങ്കിൽ പണിക്കാർ വൃഥാ അധ്വാനിക്കുന്നു. കർത്താവ് വീട് പണിയുന്നില്ലേ, കർത്താവ് നിൻ്റെ വീട്ടിനെ നടത്തുന്നില്ലെങ്കിൽ നീ ചെയ്യുന്ന പണി വൃഥാവാണ്, നീ ചെയ്യുന്ന ജോലി വൃഥാവാണ്. അടുത്ത്, കർത്താവ് നഗരം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാർ വൃഥാ ഉണർന്ന് കാത്തിരിക്കുന്നു. ദൈവമാണ് കാക്കേണ്ടതെല്ലാം. അല്ലാതെ ഉറങ്ങാതെ ഉണർന്ന് നീ ഇരുന്നാലും കർത്താവ് കാക്കുന്നില്ല എങ്കിൽ നിന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് കാവലാരാണ്? യേശു ക്രിസ്തുവാണ്. നാമല്ല, നമുക്ക് കാവൽ യേശു ക്രിസ്തുവാണ്. യേശു ഉണ്ട് നമ്മോട് കൂടെ. ആ ബോധ്യം നിനക്കുണ്ടാകണം. യേശു നിന്നോടൊപ്പമുണ്ട്. ആ യേശു എന്നെ കാത്തുകൊള്ളും. ആ യേശു എന്നെ സംരക്ഷിക്കുവാൻ മതിയായവനാണ്. എൻ്റെ യേശു മാത്രം എനിക്ക് മതി. വേറെ ആരും വേണ്ട. എനിക്ക് വേറെ ആരും വേണ്ട. എനിക്കെൻ്റെ യേശു മാത്രം മതി. ആ ഉറച്ച വിശ്വാസമില്ലാത്തവൻ വിശ്വാസികളാകുകയില്ല. ആ ഉറച്ച വിശ്വാസം ആർക്കില്ലയോ അവരാരും വിശ്വാസികളല്ല, കള്ളവിശ്വാസികളാണ്. ഉള്ള കാര്യം ഇവിടെ തുറന്നു പറയുന്നു. ആർക്കും പ്രയാസം ഉണ്ടാകരുത്. സത്യമായ കാര്യങ്ങൾ തുറന്നു പറയുന്നു. ആരും പ്രയാസപ്പെടരുത്. ഞാൻ ഈ വചനത്തിന് വിശദീകരിക്കുകയാണ്. ഈ വചനം നിനക്ക് മനസ്സിലാക്കുവാൻ, ഈ വചനത്തിൻ്റെ അർത്ഥമെന്താണെന്ന് നീ മനസ്സിലാക്കുവാൻ വേണ്ടി, നീ അറിയാൻ വേണ്ടി ചെറിയ ഉദാഹരണങ്ങൾ ഞാനിവിടെ പറയുന്നു എന്ന് മാത്രം. ഈ ഉദാഹരണം പറഞ്ഞാലേ നിനക്ക് പിടികിട്ടത്തുള്ളൂ. ഇപ്പോൾ അല്പമെങ്കിലും, പകുതിയെങ്കിലും. ഇല്ലെങ്കിൽ നീ ഞാൻ പറയുന്നതും കേട്ടും കൊണ്ട് നീ അനങ്ങാതെ പോവും. പല സ്ഥലങ്ങളിലും ചെന്ന് അങ്ങനെയല്ലയോ നീ ചെയ്യുന്നത്? നീ ചെയ്യുന്ന അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ദൈവം നിന്നെ നടത്തണം, നിൻ്റെ മക്കളെ നടത്തണം, നിൻ്റെ തൊഴിലിനെ നടത്തണം, നീ ചെയ്യുന്ന തൊഴിലിനെ അനുഗ്രഹിക്കണം. ദൈവം കാവലായിരിക്കണം. നീ രാത്രിയും പകലും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലടാ. ജോലി ചെയ്യാതെ ഒരുത്തന് ഇരിക്കരുതാ. ജോലി ചെയ്യാത്തവൻ ആഹാരം കഴിക്കരുതെന്ന് തിരുവചനം പറയുന്നു. ജോലി ചെയ്യാത്ത ഒരുത്തനും ആഹാരം കഴിച്ചു പോകരുത്. അതിൻ്റെ അർത്ഥം എന്താണ്? നെറ്റിയിലെ വിയർപ്പ് താഴെ മണ്ണിൽ വിടത്തക്ക രീതിയിൽ നീ കഷ്ടപ്പെട്ട് അധ്വാനിക്കണം. ആ അധ്വാനത്തിന് ഒരു സമയപരിധി ഉണ്ട്. ആ സമയം നീ അധ്വാനിക്കുക. കർത്താവേ, ഞാൻ അധ്വാനിച്ചു. കർത്താവ് നിനക്ക് നീ അധ്വാനിച്ചതിൻ്റെ ഫലം നിൻ്റെ കയ്യിൽ തരും.
അതിലും ഇത് പോരാ, ഇനി കൂടുതൽ കാശ് വേണം, ഞാൻ അതുകൊണ്ട് ഇന്ന് രാത്രി മുഴുവനും ഞാൻ ജോലി ചെയ്യും എന്ന് പറഞ്ഞ് നീ ജോലി ചെയ്താൽ അതിൽ അർത്ഥമില്ല എന്ന് ബൈബിൾ പറയുകയാണ്. കാരണം ദൈവമക്കൾക്ക് അവരുടെ ഉറക്കത്തിലും ദൈവം നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും, കർത്താവ് അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. ആ ഉറക്കത്തിലും അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നടത്തിക്കൊള്ളും. ഇവൻ കിടന്ന് ഉറങ്ങും, ഇവൻ്റെ നേരം വെളുത്താലുള്ള കാര്യങ്ങൾ ആര് നടത്തും? യേശു നടത്തും. അങ്ങനെ ഒരു ശക്തിയുള്ളതും അങ്ങേയറ്റം ദൈവസന്നിധിയിൽ നമുക്ക് യോഗ്യത ഉണ്ട് എന്ന് തെളിയിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണിതെല്ലാം. ദൈവത്തിന് പ്രഥമ സ്ഥാനം. നിൻ്റെ ഭാര്യയെക്കാളും, നിൻ്റെ ഭർത്താവിനേക്കാളും, നിൻ്റെ മക്കളെക്കാളും നീ യേശുവിനെ സ്നേഹിക്കണം. യേശുവിനെ സ്നേഹിക്കണം. യേശു നിനക്ക് കാവൽക്കാരനായി കാണപ്പെടും. യേശു നിനക്ക് അത്താണിയായി കാണപ്പെടും. യേശു നിനക്ക് ഒരു നല്ല നിന്നെ സംരക്ഷിക്കുന്നവനായി, സംരക്ഷപാലകനായി കാണപ്പെടും. യേശു നിന്നെ ഒരിക്കലും കൈവിടിയില്ല. നീ കൈവിട്ടു പോയാൽ യേശു കൈവിടും. നീ യേശുവിനെ കൈവിട്ടാൽ യേശു കൈയോടെ നിന്നെയും കൈവിടും. നീ യേശുവിനെ കൈവിടാത്തതോളം കാലം യേശു നിൻ്റെ കയ്യിൽ പിടിച്ചിരിക്കും. യേശു എന്തു പറയുന്നു? നിൻ്റെ വലത് കൈ ഞാൻ എൻ്റെ കയ്യിൽ ഏറ്റി പിടിക്കുകയാണ്, നിൻ്റെ വലത് കൈ ഞാൻ ഉയർത്തിപ്പിടിക്കുകയാണ്, നീ എല്ലാറ്റിലും വിജയിക്കും. അതാണ് യേശു. അതാണ് യേശു. ദൈവത്തെ ഭയക്കണം. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവം അങ്ങേയറ്റം നിന്നെ സ്നേഹിക്കുന്നു. നീ വിചാരിക്കുന്നതിലധികം നിന്നെ ദൈവം സ്നേഹിക്കുന്നു. കർത്താവേ, ഞാനിങ്ങനെയൊക്കെ പാവങ്ങളൊക്കെ ചെയ്തവനാണല്ലോ, എന്നെ നീ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം പാപികളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, അതാണ് യേശു. നീ ചെയ്ത പാപങ്ങളെ ഓർത്ത് ദുഃഖിച്ച് കരഞ്ഞ് ദൈവത്തിനോട് മാപ്പ് ചോദിച്ചാൽ നിന്നെയും രക്ഷിക്കുന്ന ദൈവം ജീവനോടിരിക്കുന്നു. അതാണ് യേശു ക്രിസ്തു. ഇക്കാര്യം നീ ഓർക്കണം. ഇക്കാര്യം ഓർക്കണം. കർത്താവായ ദൈവം നിന്നെ കരുതുന്നില്ല എങ്കിൽ, ദൈവം കരുതുന്നില്ല എങ്കിൽ നിൻ്റെ ഒരു കാര്യവും നടപ്പിൽ വരികയില്ല എന്നുള്ള സത്യം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് യേശുവിൽ പൂർണ്ണമായി നീ നിന്നെ തന്നെ സമർപ്പണം ചെയ്തുകൊണ്ട് യേശുവിൻ്റെ പൊന്നുമക്കളായി നിങ്ങൾ കാണപ്പെട്ടാൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഭാഗ്യവാനും ഭാഗ്യവതികളുമാണ്. ഇടപാടിൽ വരാനുള്ള അവസരം കർത്താവ് നിനക്കുണ്ടാക്കി തന്നു എങ്കിൽ നീ ഓർക്കണം, നിന്നെ യേശു രഹസ്യമായി സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങൾ ഇത്രയും പേർ ഇവിടെ വന്നിരിക്കുന്നത്. നിനക്ക് യേശുവിനെ വേണമോ വേണ്ടോ എനിക്കറിയില്ല. നിൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമായിരിക്കും നീ യേശുവിനെ തേടുന്നത്. പക്ഷേ നിൻ്റെ കാര്യങ്ങൾ നടത്തി തരുവാനും നിത്യതയിൽ നിന്നെ കൊണ്ട് ചേർക്കുവാനും നിൻ്റെ ഭാവി ശോഭനമാക്കുവാനും എല്ലാവിധത്തിലും നീ കർത്താവിൻ്റെ മകനായി മകളായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യേശു കർത്താവ് ഉണ്ട്. ആ യേശു കർത്താവാണ് നമ്മുടെ രക്ഷകൻ. ആ യേശുവിനെ പിന്തുടർന്നാൽ ആ യേശു നിനക്കായി, നിൻ്റെ കുടുംബത്തിനായി എല്ലാ കാര്യങ്ങളും നിനക്കായി ചെയ്യുമെന്നുള്ള പരമസത്യം നീ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒന്ന് ഓർക്കുക, ഈ ഞായറാഴ്ച ദിവസത്തിൽ കർത്താവ് എന്നെയും സ്നേഹിക്കുന്നു എന്ന് നീ പറയണം. എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു. എന്നിൽ തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, എങ്കിലും ഞാൻ യേശുവിനോട് മാപ്പ് ചോദിച്ച് ഞാൻ യേശുവിൻ്റെ അരികിലേക്ക് ഞാൻ കടന്നു വരും. ഞാൻ മാപ്പ് ചോദിക്കും, എൻ്റെ കുറ്റങ്ങളെല്ലാം ഏറ്റുപറയും. അപ്പോൾ യേശു എന്നെ സ്വീകരിക്കും എന്നുള്ള ആ ചിന്തയോടുകൂടി നീ കാണപ്പെട്ടാൽ യേശു
നിന്നെ കാക്കുന്ന യേശുവാണ്, നിന്നെ കരുതുന്ന യേശുവാണ്, നിന്നെ പോറ്റുന്ന യേശുവാണ്, നിന്നെ സ്വർഗത്തിൽ കൊണ്ട് ചേർക്കുന്ന യേശുവാണ്. ജീവിതത്തിലെ എല്ലാവിധ പരാജയങ്ങളും നിനക്ക് വിജയകരമാക്കി മാറ്റുന്ന യേശുവാണ്. കഷ്ടപ്പാടുകൾ നീക്കി, കടബാധ്യതകൾ നീക്കി, കടമില്ലാത്തവനായി കാണപ്പെടുവാൻ, കടമില്ലാത്തവളായി കാണപ്പെടുവാൻ അനുഗ്രഹിക്കുന്ന ഒരു യേശു ഇടപ്പാടിലുണ്ട്. ഇടപ്പാടിൽ ആ യേശു ഉണ്ട്. ആ യേശുവിനെ നീ പൂർണ്ണമായി വിശ്വസിച്ചാൽ നിന്റെ എല്ലാവിധ കാര്യങ്ങളും വിജയകരമായി നടക്കുമെന്നുള്ളതിൽ സംശയമില്ല എന്നുള്ള സത്യം പ്രിയജനമേ മനസ്സിലാക്കുക. കർത്താവിൽ ആനന്ദിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലക്ഷോപലക്ഷം ദൂതർ സേവിതനിതാ, ലക്ഷോപലക്ഷം ദൂതർ സേവിതനിതാ. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനാ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. ലക്ഷോപലക്ഷം ദൂതർ സേവിതനിതാ, ലക്ഷോപലക്ഷം ദൂതർ സേവിതനിതാ. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനാ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ, തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ സകല വിശുദ്ധ ദൂത സംഘ പരിവാരത്തോടെ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. ഹെരൂബുകൾ സറാഫുകൾ ദൂതരിവർ, ഹെരൂബുകൾ സറാഫുകൾ ദൂതരിവർ. സ്വർണ്ണ കാഹളം കരത്തിലേന്തിയ വിശുദ്ധ ഗീതക്കാർ വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി, വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി. ആർത്തുപാടുന്നോർത്തു കേൾക്കുവീനത്, ആർത്തുപാടുന്നോർത്തു കേൾക്കുവീനത്. വലിയ പെരുവെള്ളത്തിനിരച്ചൽ കൊത്തതാമൊലി വാനിൽ വാനിൽ അതിഗംഭീരമായി, വാനിൽ വാനിൽ അതിഗംഭീരമായി. ദൈവത്തിന്റെ കാഹള ധ്വനി ധ്വനി, ദൈവത്തിന്റെ കാഹള ധ്വനി ധ്വനി. രാജാധിരാജന സൂതനിൽ നിന്നു താൻ പുറപ്പെടുന്നിതാ, വാനിൽ വാനിൽ അതിഗംഭീരമായി, വാനിൽ വാനിൽ അതിഗംഭീരമായി. മണ്ണിലുറങ്ങുന്നതാം മൃദർ മൃദർ, മണ്ണിലുറങ്ങുന്നതാം മൃദർ മൃദർ. ഇതി മുഹൂർത്തത്തിൽ ഉയർത്തെഴുന്നതി പ്രസന്നവദനരായി, ശീഘ്രം ശീഘ്രം അതിസമൂദരായി, ശീഘ്രം ശീഘ്രം അതിസമൂദരായി. തന്നെ നോക്കി പാർത്തിടും ജനം ജനം, തന്നെ നോക്കി പാർത്തിടും ജനം ജനം. കാഹളധ്വനി കേൾക്കും മാത്രയിൽ വാനിൽ പോകുമീ, മൂതാൽ മൂതാൽ വാനിൽ പോകുമീ, മൂതാൽ മൂതാൽ വാനിൽ പോകുമീ. ലക്ഷോപലക്ഷം ദൂത സേവിതനിതാ, ലക്ഷോപലക്ഷം ദൂത സേവിതനിതാ. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനായി, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ,
വരുന്നു വാഴ്ത്തുവിൻ. ஹalleluya ஹalleluya ஹalleluya. நம் ஆண்டவராகிய தேவனுக்கு நன்றி சொல்லுவோம். ஆண்டவராகிய தேவனோடு அவருடைய சன்னிதானத்தில் கண்ணீரோடு புலம்பி எழுது வரப்போகும் காலம் பூமியில் உள்ள எல்லா மக்களினத்தாருக்கும் வானமண்டலம் திறந்து அவருடைய ராஜ்யத்தின் சக்தி எப்படி பரலோகத்தை ஆளுகை செய்கிறதோ அப்படி பூமியை பூலோகத்தை ஆளுகை செய்ய போகிறது. ஹல்லேலூயா. இசையாசாகமம் 9ஆம் அதிகாரம் 2வது வசனம் கூறுகிறது, இருளில் இருந்த மக்கள் பேரொளியை கண்டார்கள். அதான் இந்த காலம். ஹல்லேலூயா ஹல்லேலூயா. இருளில் இருந்த மக்கள் பேரொளியை கண்டார்கள். மரண நிழல் படும் நாட்டில் உள்ளோருக்கு, பாவ இருளில் இருக்கும் மக்கள் வாழும் ஊர்களில் குடும்பங்களில் மரணம் நின்று கொண்டிருக்கும், சாபம் நின்று கொண்டிருக்கும், சிக்ஷை நின்று கொண்டிருக்கும். ஏன் தெரியுமா? அது ஆண்டவருடைய திட்டம். பாவம் செய்தால் தண்டனை உண்டு. பாவிகள் பாவத்தால் இறந்து போவார்கள். அது கடவுளுடைய வார்த்தை. அந்த வசனங்கள் நிறைவேறும். ஆனால் ஆண்டவருடைய இயேசுவின் வருகைக்கு முன்னால் எங்குமே ஒளிமயம் என்றால் சூரியன் ஆகாயத்தில் உங்களுக்கு அழகாக சூரியன் உண்டென்றால் வெளிச்சம் மொத்தம் பூலோகத்தை பூமியை நிரப்பும். ஆண்டவருடைய வருகையின் போது பூமி எல்லாமே இருளில்லாத, பாவமில்லாத, இருளில்லாத, மரணம் இல்லாத, தண்டனை இல்லாத, சாபம் இல்லாத பூமியாக மாறும். ஹல்லேலூயா ஹல்லேலூயா. ஆண்டவர் இசையாஸ் மூலம் என்ன கூறுகிறார்? இருளில் வாழும் மக்கள் மத்தியிலே பேரொளி உதித்தது. மரண நிழல் படும் நாட்டில் உள்ளோருக்கு ஒளி உதித்தது. அது சுடர் ஒளியாய் வீசிட்டு. நீங்கள் நடந்து சென்று கொண்டே இருப்பீர்கள். நீங்கள் நடந்து போகும் வழிகளிலெல்லாம், நீங்கள் வேலை செய்யும் இடங்களிலெல்லாம் ஆண்டவருடைய பெரிதான பேரொளி பிரகாசம் அப்படியே கடந்து சென்று கொண்டே இருக்கும். அது காற்றலை போல. அது யாருக்கு தெரியும்? ஆண்டவருக்காய் மட்டும் காத்திருக்கிற பிள்ளைகளுக்கு அது புரியும் என்பது அல்ல, அது கண்களால் காண முடியும். அந்த பெரிதான செயல் அவர்கள் கண்களை திறந்து காண ஆண்டவர் அதை அவர்களுக்கு காட்டுவார். பேரொளி கொடுங்காற்று வீசுவது போல அந்த பேரொளி அப்படியே ஊர்ந்து சென்று கொண்டே இருக்கும். ஆண்டவருடைய பெரிதான திட்டம். இருளில் இருந்த மக்கள் பேரொளியை கண்டார்கள். இருள் அகண்டு போனது. உங்கள் ஊர்களில் உள்ள இருளெல்லாம் அகண்டு போக போகிறது. உங்கள் ஆலயங்களில் ஆண்டவரின் ஒளி இறங்கி வரப்போகிறது. உங்கள் குடும்பங்களுக்குள்ளே ஆண்டவரின் ஒளி பிரகாசம் கடந்து வரப்போகிறது. பெரிய மாற்றங்கள் நடக்க போகிறது. ஆண்டவருடைய பெரிய ஆசீர்வாத கரம் செயலாற்ற போகிறது. ஹல்லேலூயா ஹல்லேலூயா. 2 ராஜாக்கள் 2ஆம் அதிகாரம் 1 முதல் வாசிக்கும்போது ஆண்டவராகிய கடவுள் எலியாசோடு கூறுகிறார், நீ எடுத்துக்கொள்ளப்பட வேண்டிய நேரம் வந்துவிட்டது. நீ பரலோகம் வர வேண்டிய நேரம் வந்துவிட்டது. ஆண்டவராகிய கடவுள்
எலியாசோடு கூறுகிறார், உனது நேரம் வந்துவிட்டது, நீ மேலே வர வேண்டும். அவரோடு கூடவே எலியாசோடு எலிசேயும் இருக்கிறார். ஆண்டவர் இப்படி கூறிய போது எலியாசோடு மீண்டும் கூறுகிறார், நீ பெத்தேலுக்கு புறப்பட்டு போ. அதாவது எந்த இடத்தில் எலியாசை எடுத்துக்கொள்ளும் தேர் வரும்போ அதை சொல்லாமல் ஆண்டவர் கூறுகிறார், நீ பெத்தேலுக்கு போ. கூடவே இருக்கிற எலிசேயுடன் எலியாஸ் கூறுகிறார், என்னை ஆண்டவர் பெத்தேலுக்கு போ என்று கூறுகிறார். நான் பெத்தேலுக்கு போகணும், நீ இங்கேயே இரு. அவர் என்ன கூறுகிறார்? எலிசேயு, ஆண்டவர் பேராலும் உமது பேராலும் நான் ஆணையிடுகிறேன், நான் உம்மை விட்டு பிரிய முடியாது. நீ போகும் இடத்தில் நானும் வருவேன். ஹல்லேலூயா, ஹல்லேலூயா. அவர் எலிசேவையும் கூட்டி நடந்து சென்றார். ஒரு பெத்தேல் சென்று சேர்ந்தபோது ஆண்டவர் இன்னும் அவரோடு கூறுகிறார், எலியாசே, நீ இன்னும் புறப்பட்டு செல். நீ புறப்பட்டு யோர்தானை கடந்து செல். நீ புறப்பட்டு போ. எலியாஸ் எலிசேயோடு கூறுகிறார், என்னை ஆண்டவர் முதலில் எரிகோவுக்கு போ என்கிறார். இப்போது மீண்டும் மூன்றாவதாக புறப்பட்டு போ யோர்தானுக்கு என்கிறார் ஆண்டவர். அவர் வேதனையோடு புலம்பி அழுகிறார். எலிசேயு, என்னை விட்டு போக வேண்டாம், என்னை விட்டு போக வேண்டாம், நான் உம்மோடு வருவேன். ஆண்டவரின் நாமத்தில், உம்முடைய நாமத்தில் நான் ஆணையிட்டு கூறுகிறேன், என்னையும் நீர் சேர்த்து கொள்ளும். நான் உம்மோடு வருவேன், நான் உம்மோடு வருவேன், என்னை விட்டு போக வேண்டாம் என்று அழுகிறார் எலிசேயு. ஒரு தொடர்பு. ஆண்டவரின் மகன் எலியாஸ், ஆண்டவரின் மகன் எலியாஸ். எலிசேயு ஆண்டவரின் மகனுக்கு துணையாளராக இருந்தவர். அவர் கூறுகிறார், என்னை விட்டு போக வேண்டாம், நான் உம்மோடு வருவேன், நான் உம்மோடு வருவேன், என்னை நீர் இங்கு விட்டு போக வேண்டாம். ஒன்றாவது பெத்தேலுக்கு சென்றார், இரண்டாவது எரிகோவுக்கு சென்றார், மூன்றாவது யோர்தானுக்கு சென்றார். 2 ராஜாக்கள் 2ஆம் அதிகாரம் வாசிங்க. அதை கடந்து சென்றபோது ஆண்டவர் எலியாசோடு மீண்டும் பேசுகிறார். நேரம் நெருங்கிவிட்டது, நீ மேலெடுத்து கொள்ளப்பட வேண்டிய நேரம் வந்துள்ளது. அவர் எலிசேவை விட்டு செல்ல வேதனையோடு அவரோடு கேட்கிறார், எலிசேவே, நான் போக வேண்டிய நேரம் வந்துவிட்டது, நான் போக வேண்டும், என்னை அனுப்பியவரிடத்தில் நான் போக வேண்டும், என்னை அனுப்பிய ஆண்டவரிடத்தில் நான் போக வேண்டும். எலிசேவே, நான் உனக்கு என்ன செய்ய வேண்டும் கேட்கிறார். அவர் வேதனையோடு அழுது கொண்டு எலியாசோடு கூறுகிறார், உமக்கிருக்கும் இந்த பெரிதான வல்லமையில் 2 மடங்கு எனக்கு தேவை. ஹல்லேலூயா, ஹல்லேலூயா. உமக்கு இருப்பது போல் அல்ல, நீர் என்னை விட்டு போனால்
அதான் அவருடைய உள்ளத்தில் தோன்றி இருக்கும், நான் தனிமை. நீர் என்னை விட்டு சென்றால் நான் தனிமையாவேன். ஆகவே உமக்கு இருக்கும் வல்லமையில் 2 மடங்கு எனக்கு தேவை. நீர் புறப்பட்டு செல்வதற்கு முன்னால் எனக்கு 2 மடங்கு வல்லமை தேவை. எலியாஸ் அப்படியே நின்றார். அப்புறம் எலிசேவோடு சொன்னார், எலிசேவே, நீ கேட்பது சாதாரணமான ஒன்றல்ல. இது சாதாரணமான ஒன்றல்ல. இந்த வல்லமை, நீ கேட்கும் வல்லமை அப்படி கிடைக்காது. அருமையானவர்களே, அந்த வல்லமை என்னும் தண்ணீருக்குள் நீங்கள் இருந்து ஆண்டவரை ஆராதிக்கின்றீர்கள். ஹல்லேலூயா, ஹல்லேலூயா. அவர் அழுதார், வேதனையோடு எலிசேயு அழுதார். எலியாஸ் சொன்னார், எலிசேயுவே, நான் எடுத்துக்கொள்ளப்படுவதை நீ கண்ணால் கண்டால், நின்னுடைய கண்களால் அதை கண்டால் உனக்கு இரட்டிப்பான நீ கேட்கும் வல்லமை கிடைக்கும் என்றார். அப்படி யோர்தான் அக்கரை பேசிக்கொண்டு நிற்கும் போதே வானமண்டலத்திலிருந்து அக்கினி ரதம் இறங்கி வந்தது. பல அக்கினி குதிரைகளும் கூடவே வந்தது. இவர்கள் இருவரையும் பிரித்து விட்டதாம். எலியாசை தூக்கி வானமண்டலத்திற்கு எழுப்பி கொண்டு சென்றதாம். ஹல்லேலூயா, ஹல்லேலூயா. அருமையானவர்களே, உங்கள் கண்கள் காணும் செயல் அல்ல, உங்கள் உள்ளத்தின் புத்தி, தலையின் புத்தி தீர்ப்பிடும் இடம் அல்ல. அன்று எப்படி எலியாஸ் எலிசேயோடு கூறினாரோ, அன்று ஒரு நபருக்காக பேசினார். இன்று பூமியில் உள்ள சகலமான மக்களுக்காக பரலோக ராஜ்யம் எப்படி பரலோகத்தை ஆளுகை செய்கிறதோ, அந்த பெரிதான ராஜ்யத்தின் சக்தி அப்படி இறங்கி பூமியில் பாளையம் இடுவதாக. ஹல்லேலூயா, ஹல்லேலூயா. எலிசேயு என்னும் ஒரு நபருக்காக எலியாஸ் வாதாடினார். என்று பாருங்கள், 850 கோடிக்கு மேலான மக்களுக்காக மறைவில் ஆண்டவர் நிறுத்திய இடத்தில் நின்று கண்ணீரோடு அவருடைய பெரிதான திட்டம் நிறைவேற அவருடைய செயல் பூகலத்தார் எங்கும் அறிந்து கொள்ள எல்லா உலகத்தின் சபைகளும், எல்லா உலகத்தின் சாதிகளும், எல்லா மனிதர்களும், இந்து, இஸ்லாம், கிறிஸ்டியன், பெந்தகோஸ்தன் இல்லாமல் ஒரு நிலை அடையும்படியான நாட்களை எதிர்நோக்கி ஆண்டவரோடு கண்ணீர் விட்டு ஜெபிப்பவர்கள் நாங்கள். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. நாம் எல்லோரும் மாறுவோம், எண்ணம் மாறுவோம், எண்ணம் நாம் முதலில் மாறுவோம். குடும்பத்தை மாற்றுவோம், நம்மோடு இருக்கும் மக்களை மாற்றுவோம், உங்கள் ஊர்களில் இருப்பவர்களை மாற்றுவோம். ஆண்டவருக்காக வேலை செய்வோம், ஆண்டவருக்காக திருப்பணி செய்வோம். நேரம் இருக்கும் போது ஜெபிப்போம். இந்த பெரிய திட்டம், பெரிதான திட்டம், இதை நிறைவேற வேண்டுமென கண்ணீரோடு ஜெபிப்போம். ஆண்டவர் செயலாட்டுவார். ஹல்லேலூயா, 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 ஹல்லேலூயா. ஆண்டவராகிய தேவனுக்கு கோடி கோடி நன்றி சொல்லுவோம். எல்லோரும் முழங்கால் படியிட்டு கண்களை மூடி அவருடைய சன்னிதானத்தில் இந்த எழுப்புதலின் தடைகள் அகல ஒரு நிமிடம் ஜெபிப்போம். எல்லா தடசங்களும் விலக. இந்த பெரிய திட்டத்திற்கு எதிர்ப்பில்லை, எதிராளிகள் இல்லை, ஆண்டவருக்கு எதிராளிகள் இல்லை, ஆண்டவரை எதிர்ப்பவர்கள் இல்லை. சூன்யமான மக்கள் ஆண்டவரை எதிர்ப்பது போல் காட்டுவார்கள். அப்படி ஒரு நிலை இல்லை. எல்லோரும் ஜெபிப்போமே, கைத்தாளத்தோடு ஜெபிப்போம், கரகோஷத்தோடு. எல்லா தடைகளும் விலக வேண்டும், எல்லா தடசங்களும் மாற வேண்டும்.
எல்லா தடைகளும் விலக வேண்டும், எல்லா தடைகளும் விலக வேண்டும். ஆண்டவரின் திட்டத்தின் தடைகள் மாற வேண்டும், ஆண்டவரின் திட்டத்தின் தடசங்கள் விலக வேண்டும், ஆண்டவரின் ராஜ்யம் வெளிப்பட வேண்டும், ஆண்டவரின் ராஜ்யம் வெளிப்பட வேண்டும், ஆண்டவரின் சக்தி வெளிப்பட வேண்டும். மக்கள் எல்லோரும் ஆண்டவரை அறிய வேண்டும், மக்கள் எல்லோரும் ஆண்டவரை தேட வேண்டும், மக்கள் எல்லோரும் ஆண்டவரின் ஜனமாக மாற வேண்டும், மக்கள் எல்லோரும் ஆண்டவரின் ஜனமாக மாற வேண்டும், ஆண்டவரின் ஜனமாக மாற வேண்டும், ஆண்டவரின் ஜனமாக மாற வேண்டும், ஆண்டவரின் ஜனமாக மாற வேண்டும். சபைகள் எல்லாமே ஆண்டவரின் மக்களாக மாற வேண்டும். எல்லா ஜாதிகளும் ஆண்டவரின் மக்களாக மாற வேண்டும், எல்லா ஜாதிகளும் ஆண்டவரின் மக்களாக மாற வேண்டும், எல்லா ஜாதிகளும் ஆண்டவரின் மக்களாய் மாற வேண்டும், எல்லா ஜனங்களும் ஆண்டவரின் மக்களாய் மாற வேண்டும், ஆண்டவரின் பிள்ளைகளாய் மாற வேண்டும். திருவிழா, ஓ திருவிழா, எழுப்புதலின் திருவிழா, எழுப்புதலின் திருவிழா, எழுப்புதலின் திருவிழா, ஓ எழுப்புதலின் பெருவிழா, எழுப்புதலின் பெருவிழா. அலைகடல் என திரண்டெழும்புகிற ஆண்டவரின் மக்கள் கூட்டம் இன்னொரு நாள் எழும்பும் பெருவிழா, பெருவிழா, திருவிழா, 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 திருவிழா. ஆசீர்வதியும் ஆண்டவரே, குடும்பம் குடும்பமாய் ஆசீர்வதியும் ஆண்டவரே. பால் குடிக்கும் குழந்தை முதல் பெரியோர் வரை அனைவரையும் ஆசீர்வதியும் ஆண்டவரே. படித்து கொண்டிருக்கும் பிள்ளைகளை ஆசீர்வதியும் ஆண்டவரே. வேலையில்லாமல் அவதிப்படுகிறவர்களை ஆசீர்வதியும் ஆண்டவரே. பல தடைகளில் மாற்றம் இல்லை என்கிறவரை ஆசீர்வதியும் ஆண்டவரே. ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே. ஆசீர்வதியும், 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 ஆசீர்வதியும். எல்லாம் வல்ல ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறோம். ஜெபம் கேளு நல்ல பிதாவே. என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரே, என் முழுள்ளமே அவருடைய பரிசுநாமத்தை ஸ்தோத்திரே. என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரே, அவற்றின் சகல நன்மையும் ஒருபோதும் மறவாதே. ஆமென். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா.